ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു എക്സ്പ്രസ് വിഷൻ. മണ്ണും മനസ്സും നാലാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. പ്രിയമുള്ളവരെ, ഇന്നലെ ഒരു വാർത്ത കണ്ടു. ഒരു 16-കാരൻ ഒരു 14-കാരിയെ കഴുത്ത് നെരിച്ചു കൊന്നു. കാരണം അവൻ അവളെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു. ആ കുട്ടി മറ്റാരെയോ സ്നേഹിക്കുന്നു എന്ന സംശയത്താലാണ് ഈ നിഷ്ഠൂരമായ പ്രവൃത്തിക്ക് അവൻ തയ്യാറായത്. വല്ലാത്ത ഒരു സങ്കടകരമായ ഒരു വാർത്ത തന്നെയാണത്. ഇത് നമ്മൾ പലതും കേൾക്കുന്നതുകൊണ്ടാണ് ഇത് ഒരു പുതുമ തോന്നാത്തത്. ഇതിന്റെ പിന്നിലെ ചേതോവികാരം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു കൗമാരക്കാരായ ഈ വിദ്യാർത്ഥിനികൾ എന്തുകൊണ്ടാണ് ഇത്തരം അപകടത്തിൽപ്പെടുന്നത്? അത് നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. ഈ കൗമാരക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മാനസിക നില വളരുന്ന സമയമാണ്. കൂടുതൽ ഊർജ്ജസ്വലതയോടെ വളരുന്ന സമയത്താണ് അവർക്ക് ഇത്തരം വികാരങ്ങൾ ഉണ്ടാവുന്നത്. എന്താണ് പ്രണയം, എന്താണ് സ്നേഹമെന്നൊന്നും അവർക്കറിയില്ല. അവർ ഒരു പ്രത്യേക വികാരത്തിന് അടിമപ്പെട്ട് പലതും കാട്ടിക്കൂട്ടുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു യാഥാർത്ഥ്യമാണത്. മനുഷ്യന്റെ മനസ്സ് അഥവാ അവന്റെ ഹൃദയം ജനിച്ചതു മുതൽ വളർന്നുകൊണ്ടിരിക്കും. കൗമാരം എത്തുമ്പോൾ അതിന്റെ കൂടുതൽ വേഗതയിൽ അത് വളരും. അവന് അറിവ് ആർജിക്കുന്നതനുസരിച്ച് അവന്റെ ആ മനസ്സിന്റെ വളർച്ച, ഹൃദയത്തിന്റെ വളർച്ച വിശാലമാവും. അപ്പോൾ അവനക്ക് പലവിധ ആവശ്യങ്ങൾ അവന്റെ മനസ്സിലേക്ക് കടന്നു വരും. അതിൽപ്പെട്ട ഒന്നാണ് യഥാർത്ഥത്തിൽ സ്നേഹം എന്നുള്ളത്. അത് അതിയായി ചെറുപ്പം മുതലേ ഉണ്ടാവുമെങ്കിലും അത് അതിയായി ആഗ്രഹിക്കുന്ന, അഥവാ എന്താ പറയാ, ഒരു വിശപ്പ് അധികരിക്കുന്നത് പോലെ, ദാഹം അധികരിക്കുന്നത് പോലെ അവന്റെ മനസ്സിനെ വല്ലാതെ അലട്ടുന്ന ഒരു പ്രശ്നമാണ് സ്നേഹം എന്നുള്ളത്. അപ്പൊ അതായത് ആ സ്നേഹം എന്നുള്ളത് അവൻ തന്നെ സ്നേഹിക്കപ്പെടണം എന്നാണ് അവന്റെ ആഗ്രഹം. ഏതുപോലെ ചിലർക്ക് താൻ ബഹുമാനിക്കപ്പെടണം, അംഗീകരിക്കപ്പെടണം എന്നുള്ള ആഗ്രഹം. അത് ഈ കൗമാരക്കാർക്കല്ല കേട്ടോ, എല്ലാവർക്കും ഉള്ളതാണെങ്കിലും ഈ കൗമാര സമയത്ത് അതിന്റെ പക്വത എത്താത്ത സമയമായതുകൊണ്ട് ഇത് അവർ അതിയായി ആഗ്രഹിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് ഇവർ ആ സ്നേഹം, തന്നെ സ്നേഹിക്കപ്പെടാനുള്ള ഒരാളെ കണ്ടെത്തുന്നു. ഒരു ആൺകുട്ടി പെൺകുട്ടിയെ കണ്ടെത്തുന്നു. അങ്ങനെ ആ പെൺകുട്ടിയെ കണ്ടെത്തി തൻ്റെ ആകർഷണമൊക്കെ കാണിച്ച് അങ്ങനെ അവളെ ആകർഷിപ്പിച്ച് കൊണ്ടുവന്ന് അവളുടെ മുന്നിൽ അവൻ പറയും ഐ ലവ് യു എന്ന്. കേട്ടാ തോന്നും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നാണ് അവൻ അവളോട് പറഞ്ഞത് എന്നാണ്. യഥാർത്ഥത്തിൽ അതിന്റെ മാനസിക വശം എന്താന്ന് ചോദിച്ചാൽ നീ എന്നെ സ്നേഹിക്കണം എന്നാണ് അതിന്റെ അർത്ഥം. ഭാഷാർത്ഥം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നായിരിക്കും, പക്ഷെ അവൻ അവളോട് പറഞ്ഞത് നീ എന്നെ സ്നേഹിക്കണം എന്നാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഇവൻ സ്നേഹിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ നീ എന്നെ പ്രണയിക്കണം എന്നാണ് അതിന്റെ ആഗ്രഹം. യഥാർത്ഥത്തിൽ ഇവന് അവളോടുള്ള പ്രേമമല്ല ഈ വാക്കിലൂടെ വന്നതെന്ന് ആദ്യം തിരിച്ചറിയാം. അവൾ ഇവനെ പ്രണയിക്കണമെന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ ഇവൻ അവളെ പ്രണയിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് നമുക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടാൻ സാധ്യതയില്ല. കാരണം എന്താ വെച്ചാൽ അത് സാഹചര്യം അനുസരിച്ച് വ്യത്യാസപ്പെടാം. ഇവൻ ചിലപ്പോൾ ഇനി മറ്റൊരാളെ കാണുകയാണ്, അവളെ എന്നെ സ്നേഹിക്കട്ടെ എന്ന് ഇവൻ ആഗ്രഹിച്ചാൽ ഇവളെ ഒഴിവാക്കും. അപ്പൊ ഇതിന് ഒരു സ്ഥായിയായ ഒരു നിലനിൽപ്പ് ഇല്ല സത്യത്തിൽ. കൗമാരക്കാർക്കിടയിലും ആർക്കിടയിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. വിശിഷ്യ കൗമാരക്കാർക്കിടയിൽ. കാരണം അവർ അതിന് മാത്രമുള്ള പക്വത എത്താത്തവരാണ്. അപ്പൊ താൻ സ്നേഹിക്കപ്പെടണം എന്ന ആഗ്രഹത്തോടുകൂടി ഒരു കുട്ടിയോട് ഇവൻ ഐ ലവ് യു എന്ന് പറഞ്ഞു. ഇത് കേട്ട ആ പെൺകുട്ടി എന്താ വിചാരിക്കുന്നത്? അവൻ എന്നെ അതിയായി സ്നേഹിക്കുന്നു. ഒരിക്കലും അങ്ങനെ അല്ല. ഇനി അങ്ങനെ ചിലപ്പോൾ ഈ പെൺകുട്ടിയും ഇതേപോലെ മാനസികാവസ്ഥയിലെ, ഈ കൗമാരക്കാർക്കൊക്കെ ഉണ്ടാവുന്ന ഒരു മാനസികാവസ്ഥയാണത്, താൻ സ്നേഹിക്കപ്പെടണം എന്നുള്ളത്. അപ്പൊ വീട്ടിലോ കുടുംബത്തിലോ മറ്റുള്ള നിലക്കോ ഇവൾക്ക് സ്നേഹം കിട്ടാതെ വന്നാൽ, ഇവൾക്ക് ദാഹം ശമിക്കാതെ വന്നാൽ, നമ്മൾ പറയില്ല വിശപ്പ് അടങ്ങിയില്ല എന്നുപോലെ സ്നേഹം അടങ്ങാതെ വരുമ്പോൾ ചിലപ്പോൾ മറ്റ് സ്നേഹങ്ങൾ ആഗ്രഹിക്കാം. അങ്ങനെ വരുമ്പോൾ ഒരാൾ എന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ അവൾ വീണുപോകും. അപ്പൊ അവൾ എന്ത് ചെയ്യും? അവളും തിരിച്ച് ഐ ലവ് യു പറയും. പക്ഷെ ഈ കുട്ടിയും ഇതേപോലെ തന്നെയാണ്, ഈ സ്നേഹിക്കപ്പെടണം എന്ന ഉദ്ദേശത്തിൽ തന്നെയാണ് അത് അങ്ങോട്ടും പറയുന്നത്. അങ്ങനെ ഇരുവരും പ്രണയിക്കുന്നു. പക്ഷെ ഇതിലെ വാസ്തവം ഈ സ്നേഹിക്കപ്പെടുക എന്നുള്ള അതിലെ വരുന്ന വേരിയേഷൻസിൽ നിന്നാണ് സംഘർഷങ്ങൾ ഉടലെടുക്കുന്നത്. കാരണം താൻ ആഗ്രഹിച്ച അത്രയും അവൾ സ്നേഹിക്കുന്നില്ല, അല്ലെങ്കിൽ താൻ ആഗ്രഹിച്ച അത്രയും അവൻ സ്നേഹിക്കുന്നില്ല എന്ന് തിരിച്ചറിയുമ്പോൾ ഇവർ വല്ലാത്ത ആ നിലയെ, ആ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ഇവർ എത്തിച്ചേരുന്നു. അപ്പൊ ഈ പറഞ്ഞ ഐ ലവ് യു അല്ല യഥാർത്ഥത്തിൽ അവിടെ നടന്നത്. സത്യത്തിൽ അവരുടെ ആഗ്രഹങ്ങളായിരുന്നു താൻ സ്നേഹിക്കും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഒരു ആൺകുട്ടി പെൺകുട്ടിയോട് പോയി പറയുകയാണെങ്കിൽ ഐ ലവ് യു എന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടി ഒന്ന് ചിന്തിച്ചാൽ മതി, ഞാൻ എന്തിന് നിന്നെ സ്നേഹിക്കണം? കാരണം എൻ്റെ മാനസിക നില പൂർണ്ണത എത്തിയിട്ടില്ല, ഞാൻ പക്വത എത്തിയിട്ടില്ല. തിരിച്ചറിയണം ഓരോ കൗമാരക്കാരും.
എനിക്ക് ഇനിയും സമയമുണ്ട്. എൻ്റെ ജീവിതം നിർണ്ണയിക്കാൻ, എൻ്റെ കാലത്തെ നിർണ്ണയിക്കാൻ, എൻ്റെ കാര്യങ്ങൾ നിർണ്ണയിക്കാൻ ഇനിയും സമയമുണ്ട്. അതിനു മുമ്പേ നിന്നെ ഞാൻ എന്തിന് പ്രണയിക്കണം? എനിക്ക് നിന്നെക്കുറിച്ച് എന്തറിഞ്ഞാലും ഇല്ലെങ്കിലും അവൻ്റെ മനസ്സറിയാൻ ഒരു പെൺകുട്ടിക്കും സാധ്യമായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ പറയുന്ന വാക്ക് കേട്ട് വീഴാതെ ഞാൻ എന്തിന് നിന്നെ പ്രണയിക്കണം? ഞാൻ എന്തിന് നിന്നെ സ്നേഹിക്കണം? എന്ന് തിരിച്ചു ചോദിച്ചാൽ തീരുന്നതേ ഉള്ളൂ ഈ പ്രശ്നം. അതേ തിരിച്ചു മറിച്ചും അങ്ങനെ തന്നെയാണ്. പെൺകുട്ടി ആൺകുട്ടിയോട് പറഞ്ഞാലും ഇവരെല്ലാം ആരാണെങ്കിലും തമ്മിൽ ഈ പ്രണയത്തിന്റെയും സ്നേഹത്തിന്റെയും അടിസ്ഥാനം ഇത് തന്നെയാണ്. അത് ഇനി വിവാഹശേഷം എടുത്താലും അങ്ങനെ തന്നെയാണ്. വിവാഹത്തിന് എന്താണ് ഒരു പ്രത്യേകത? വിവാഹ ജീവിതത്തിൽ എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചാൽ അവർ പരസ്പരം തയ്യാറാവുകയും ഇനി ഒരുമിച്ച് തമ്മിൽ സ്നേഹിക്കാമെന്ന് തീരുമാനിച്ച് അവർ പരസ്പരം ചെറിയ ക്ലാഷുകൾ ഉണ്ടെങ്കിലും അവർ ഒരുമിച്ച് പോകാൻ നിശ്ചയിക്കുകയും അങ്ങനെ നിർബന്ധിത അവസ്ഥയിൽ അവർ പോവുകയും ചെയ്യുന്നു. അവിടെയും ചില ക്ലാഷുകളൊക്കെ ഉണ്ടാകാറുണ്ടല്ലോ. അത് കൗമാരക്കാർക്കിടയിൽ മാത്രമല്ലല്ലോ. ഈ സ്നേഹം വല്ലാത്തൊരു വിഷയമാണ്. ഓരോരുത്തരും അതുകൊണ്ടാണ് ഒരാളെ, ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു ആൺകുട്ടി വേറൊരാളെ സ്നേഹിക്കുന്നു പറയുമ്പോൾ അത് ഉൾക്കൊള്ളാൻ കഴിയാത്തത്. കാരണം ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് തന്നെ മാത്രം സ്നേഹിക്കണം എന്ന് തന്നെയാണ്. അതിൽ ചെറിയൊരു വേരിയേഷൻ, ചെറിയൊരു അപവാദങ്ങളേ ഉള്ളൂ. അപ്പൊ അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. ഒറ്റ വാക്കിൽ പറയാനേ ഉള്ളൂ, ആരാണെങ്കിലും ആരോട് പ്രണയം അഭ്യർത്ഥിച്ചാലും അതിൻ്റെ സാഹചര്യം നോക്കി വേണം അതിൻ്റെ ഉത്തരം കണ്ടെത്താൻ. ഒരിക്കലും ഒരാൾ വന്ന് ഐ ലവ് യു എന്ന് പറയുമ്പോഴേക്കും അവൻ ഞാൻ എന്നെ സ്നേഹിക്കുകയാണെന്ന് തെറ്റിദ്ധരിക്കരുത്. അത് ആണാവട്ടെ പെണ്ണാവട്ടെ, ഈ ഒരൊറ്റ കാര്യം തിരിച്ചറിഞ്ഞാൽ, അതായത് അവനെ സ്നേഹിക്കണമെന്നാണ് അവൻ ആവശ്യപ്പെടുന്നതെന്നും അതിലെന്ത് പ്രശ്നങ്ങൾ വന്നാലും അത് നമ്മുടെ ജീവിതത്തെ ബാധിക്കുമെന്നുള്ള തിരിച്ചറിവിൽ നിന്ന് വേണം ഈ പ്രണയത്തെ നമ്മൾ മുന്നിൽ കാണാൻ. കാണുന്ന സിനിമയോ അല്ലെങ്കിൽ മറ്റുള്ള റീൽസ് കണ്ടിട്ട് നമ്മൾ ഇതൊക്കെ പ്രണയമാണെന്നും ഇതൊക്കെ സ്നേഹമാണെന്നും ഒക്കെ കരുതി വീണുപോയി തങ്ങളുടെ ജീവിതത്തിന്റെ ഭാവി തുലയ്ക്കാതെ, അതിനെ അപകടാവസ്ഥയിലെത്തിക്കാതെ, അതിനെ സങ്കീർണമാക്കാതെ, കലാപകലുഷിതമാക്കാതെ ജീവിതത്തെ ഹാപ്പിയായി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മളെ സ്നേഹിച്ചാൽ മതി. ആരുടെയെങ്കിലും പിന്നിൽ ആരെങ്കിലും സ്നേഹിക്കേണ്ട ഒരു ഉത്തരവാദിത്വം ആർക്കുമില്ല. സ്നേഹിക്കേണ്ട സമയത്ത് ആ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ട സാഹചര്യം വരുമ്പോൾ നമുക്ക് നിർവഹിക്കാം. അതിന് പാകതയും പക്വതയും നമുക്ക് ആവശ്യമാണ്. ആ തിരിച്ചറിവുകൾ വേണമെന്ന് മാത്രം ഈ എല്ലാവരോടും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.